ഹായ് ഗൈസ്, ഹാംസ്റ്റർ കോമ്പാക്റ്റിനെ റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരുന്ന ജൂലൈ 1 വരെ നമ്മൾ ഇതിനെക്കുറിച്ച് ഹാംസ്റ്റർ കോമ്പാക്റ്റിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരുപാട് വീഡിയോസും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി അത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് ടോൺ വാളറ്റിൽ നിന്ന് എമൗണ്ട് നമുക്ക് നമ്മുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ KYC ഒക്കെ ചെയ്ത് USDT-യിലേക്ക് കൺവേർട്ട് ചെയ്ത് എങ്ങനെ നമുക്ക് പൈസ കൺവേർട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു ചാനലിലൂടെ നമ്മൾ പറയുന്നുണ്ടായിരിക്കും. സോ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ആദ്യമായി തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, ഓൾറെഡി ഹാംസ്റ്റർ കോമ്പാക്റ്റിന്റെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിൽ അവർ ഒരു കാര്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രോഫിറ്റ് പെർ അവറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഈ എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന കാര്യം നമ്മൾ കൊടുക്കുന്നത്. വേറെ കുറച്ച് സെർട്ടൻ ക്രൈറ്റീരിയ പാരാമീറ്റേഴ്സ് കൂടെ വെച്ചിട്ടായിരിക്കും ഇതൊരു എയർ ഡ്രോപ്പ് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഈ എയർ ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം നമ്മൾ PUBG ഒക്കെ കളിച്ച ആളുകൾക്കാണ് അറിയാം, 100 പേര് കളിക്കുന്ന ഒരു ഗെയിമിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് ഈ എയർ ഡ്രോപ്പ് നമുക്ക് കിട്ടത്തുള്ളൂ. അത്ര ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം എന്തൊക്കെ ആയിരിക്കാം ഈ ഒരു പാരാമീറ്റേഴ്സ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു ഏൺ ഓപ്ഷനിൽ പോകുന്ന ടൈമിൽ, ഈ ഏണിൽ പോകുന്ന ടൈമിൽ അവിടെ ടാസ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ? ഡെയിലി ടാസ്ക് അല്ല, അല്ലാണ്ട് ടാസ്ക് ലിസ്റ്റ്, നമ്മൾ ചെയ്തിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പം അതിലിപ്പോൾ പുതിയതായിട്ട് ഒരെണ്ണം വന്നിട്ടുണ്ട്, ജോയിൻ ക്രിപ്റ്റോ ന്യൂസ് ചാനൽ എന്ന് പറഞ്ഞ്. അതൊഴിച്ച് ബാക്കി എല്ലാ ചാനലിലും ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ട്വിറ്ററിലും ടെലിഗ്രാം പേജസിലും എല്ലാം എക്സ്ചേഞ്ചും കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ ടാസ്ക് ലിസ്റ്റ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്ന് എൻഷുർ ചെയ്യുക. സെക്കൻഡ് പാരാമീറ്റർ എന്ന് പറയുന്നത്, നമ്മളിവിടെ മൈൻ ഓപ്ഷനിൽ പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാർഡ്സ് കാണാം. മാർക്കറ്റ്സ്, PR, ലീഗല്, സ്പെഷ്യൽസ്. അപ്പം ഈ ഒരു കാർഡ്സ് എല്ലാം അൺലോക്ക്ഡ് ആയിട്ടിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് പാരാമീറ്റർ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത്. അപ്പം ഒരുപാട് പേർക്ക് പല കാർഡ്സും ചില കാർഡ്സും അൺലോക്ക് ചെയ്തിട്ടുണ്ടാകത്തില്ല. ആ കോംബോ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 3 കാർഡ് മാത്രമായിരിക്കും നിങ്ങൾ ചിലർ അൺലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും കാർഡ്സ് ഒക്കെ ഒന്ന് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ സ്പെഷ്യൽസ് ഉണ്ട്, ലീഗൽ ഉണ്ട്, PR and TM ഉണ്ട്, മാർക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിലെല്ലാ കാർഡ്സും തന്നെ ഒന്ന് അൺലോക്ക് ചെയ്ത് വെച്ചേക്കുക. കാരണം അത് മേ ബി യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ചില കാർഡ്സ് അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ചില കാർഡ്സിൻ്റെ ലെവൽ 7 ലെവൽ 8 ഒക്കെ ആക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നോക്കി തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ കാർഡ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അൺലോക്ക് ചെയ്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് പാരാമീറ്റർ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത്, നിങ്ങൾ അധികം ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവത്തില്ല, കാർഡ്സ് കണ്ടോ? ദുബായ് ഓഫീസ്. ഇപ്പം എൻ്റെ വേറെ കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു കാർഡ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ 1 മില്യൺ കോയിൻ നമ്മൾ കൊടുക്കണം, ബട്ട് നമുക്ക് പ്രോഫിറ്റ് പെർ അവർ നമുക്ക് ഇൻക്രീസ് ആവുന്നില്ല. അപ്പം ചുമ്മാ ഒരു കാർഡ് വെറുതെ ഇതിലേക്ക് ആഡ് ചെയ്ത് വെക്കുമോ, പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും ഇല്ലാണ്ട്. അപ്പം മേ ബി സെർട്ടൻ നമ്പർ ഓഫ് കാർഡ്സ് നമ്മൾ ഹോൾഡ് ചെയ്യണമായിരിക്കും. ഇപ്പോൾ വേറൊരു കാർഡ് ഇത് കണ്ടോ, യു ഓൺ ദിസ് കാർഡ്. അപ്പോൾ എനിക്ക് 3 കാർഡുണ്ട് എൻ്റെ കയ്യിൽ. ഒന്ന് ലാംബോ, പിന്നെ താഴെ കാണുന്ന 2 കാർഡ്. അപ്പം ഈ ഒരു കാർഡ് ജസ്റ്റ് മേ ബി സെർട്ടൻ നമ്പർ ഓഫ് കാർഡ്സ് ഹോൾഡ് ചെയ്യണം എന്നായിരിക്കും നെക്സ്റ്റ് ഒരു ക്രൈറ്റീരിയ. അപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങളിലും ഒന്ന് ശ്രദ്ധിക്കുക. ഒന്ന് ഏണിൽ ടാസ്ക് ലിസ്റ്റ്, ദെൻ മൈൻ ഓപ്ഷനിലെ കാർഡ്സ് എല്ലാം, PR and TM, ലീഗല്, സ്പെഷ്യൽ കാർഡ്സ്, മാർക്കറ്റ്സ്, ഇതിലെ കാർഡ്സ് എല്ലാം. ദെൻ ഓൺ ചെയ്യേണ്ട 1 മില്യൻ്റെ ഒരു സെർട്ടൻ നമ്പർ ഓഫ് കാർഡ്സ് ഉണ്ട്. അതിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 കാർഡ്സിലും നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം ഇതൊക്കെ ആയിരിക്കാം മേ ബി വരാൻ ചാൻസ് ഉള്ളത്. ദെൻ പ്രോഫിറ്റ് പെർ അവർ അറ്റ്ലീസ്റ്റ് എല്ലാവരും ഒരു 1 മില്യൻ്റെ മേളിലേക്ക് ചെയ്തു വെക്കുക. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു സോ മച്ച്.